ഈ കുഞ്ഞിനെ എവിടുന്ന കിട്ടിയേ? ഈ കുഞ്ഞിനെ എവിടുന്ന കിട്ടിയെന്ന് தெரியாது, எனக்கு தெரியாது. அந்த முருகண்ணன். ആ കൊച്ചിനെ എവിടുന്ന് കിട്ടിയടാ? சீக்கிரம் வாங்கடா, முருகன் இங்க பிரச்சனை நடக்குது. சீக்கிரம் வாங்கடா. ഹലോ ഹലോ സാറേ. ആ സാറേ ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇല്ല ഞാനെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ അങ്ങനെ തപ്പുന്നുണ്ട് ടൗൺ മൊത്തം കേട്ടോ. അപ്പോൾ സൈമനില്ല അവിടെ? സൈമൻ ഉണ്ട് ഉണ്ട്. കൊടുക്കോ? ഇപ്പോൾ കൊടുക്കാം, ഇപ്പോൾ കൊടുക്കാം. സൈമൻ CA സാറാ. ഹലോ സൈമനില്ല, ഞാൻ വേണ്ട ഒത്തി ചെയ്തിട്ടുണ്ട് കേട്ടോ. നീ പേടിക്കേണ്ട ടെൻഷൻ ഒന്നും വേണ്ട. ഗണേശില്ലേ അവിടെ? അവൻ വീട്ടിലുണ്ട്. നീ ടെൻഷൻ വേണ്ട. ഞാനൊരു 4 മണിക്കൂറിൽ അങ്ങോട്ട് എത്താം കേട്ടോ. ശരി സാർ. എന്താ പറഞ്ഞേ? സാറ് ഇങ്ങോട്ട് വരാന്ന്. ഈ പിള്ളേരെ മിസ്സാകുന്നത് ഒരു സാധാരണ സംഭവമാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം 6000 പിള്ളേരാണ് മിസ്സായത്. തിരുവനന്തപുരത്ത് മാത്രം 1500. ചില കേസുകൾ ഈ നാടോടികളുടെ ഇടയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നിനും തെളിവില്ല. ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദിവസത്തെ വാർത്ത, പിറ്റേ ദിവസം മറന്നു. നമ്മുടെ കുഞ്ഞിന് ഈശ്വര അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ.
എന്താ എന്നൊന്നും എനിക്കറിയില്ല. കണ്ടല്ലോ, നിന്റെ വിരല് മുറിക്കാൻ ഇത് മതി. അതുകൊണ്ട് ചോദിക്കുന്നതിനുള്ള മറുപടി വേഗം പറ. ഞങ്ങളുടെ കുഞ്ഞെവിടെയുണ്ട്? ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ? ഹലോ, ജെനി പൂജപ്പുര പോലീസ് സ്റ്റേഷനിലുണ്ട്. നീ ഇതെവിടെ? മാങ്ങോട് ക്ഷേത്രത്തിന്റെ മുമ്പിൽ ആരോ കൊച്ചിനെ കൊണ്ട് കിടന്നിട്ട് പോയെന്ന്. സാർ, ഒരു 7-8 വയസ്സ് പ്രായം വരും. ചെക്ക് ഷർട്ടും ബ്ലൂ ജീൻസും, അതായിരുന്നു വേഷം. ആ, തമ്പാനൂർ സ്റ്റേഷൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവളിപ്പോ എവിടെ ഉണ്ട്? എടാ, അവര് മോളെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൊണ്ടിരിക്കുക. നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുക? എന്താ നീ ഫോൺ എടുക്കാത്തത്? ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ല. മോർഫിൻ ഹെവി ഡോസ് ഇഞ്ചക്ഷൻ്റെ ഇത് നോർമലാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആ, ശരി. ആ മൂസാക്ക, കൊച്ചിനെങ്ങനെയുണ്ട്? മോക്കൊരു കുഴപ്പമില്ല മൂസാക്ക. ഞാൻ ഭീമാപ്പള്ളിയിൽ നേർച്ച നേർന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യണം. നീ കരയാതിരിക്കണേ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. പിന്നെ മൂസാക്ക, മൂസാക്ക വരുമ്പം ഒരു ഫുഡും കൂടെ എടുത്തോണ്ട് പോവാം. അപ്പടാ ടച്ചിങ്സ് വേണ്ടേ? ടച്ചിങ്സും വേണം. മിച്ചർ 100 പക്കോടോടെ വാങ്ങിച്ചോ. അപ്പൊ ശരിടാ, ഞാൻ ദേ വരുന്നു. ശരിക്ക, പെട്ടെന്ന് വാ. ആശുപത്രിയാണ് സൈലന്റ് പാടും. റോയി കിടന്ന് ഉറങ്ങാനാണ്. ഒന്നാ നീ സൈലന്റ് ആയിട്ട് പാട്. അതെ. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. വെള്ളം ഒഴിക്കാതെ പറഞ്ഞോടി. ഞാൻ അവനെ കണ്ടിട്ടോ. തീർന്നടി, തീർക്കല്ലേ. ആ സൈമാടാ, അവളാണ്ട് അകത്തുണ്ട്. ഒരു കുഴപ്പമില്ല, കൊച്ചിനൊരു കുഴപ്പമില്ല. നീ വരണ്ട അടി. വാ വേണ്ട, വാ. ആ ഒന്നുണ്ട്. നീ കൊച്ചിനെ കണ്ടു കേട്ടാ. അവളകത്തുണ്ട്. പോയിട്ടോ പോയിട്ടോ.
എൻ്റെ മോള് ഡാൻസ് പഠിത്തം ഞാൻ നിർത്തി കേട്ടോ. ഓക്കെ സാർ, ശരി സാർ. ദാ, നീ ഇതെവിടെയായിരുന്നല്ലോ സൈമ? ഫോൺ ചെയ്താൽ പോലും എടുക്കാതെ എന്താ നീ വല്ലാതിരിക്കുന്നത്? അപ്പാ, ഇവിടെ നടക്കുന്ന ചൈൽഡ് മിസ്സിംഗ് കേസിന്റെ ഒക്കെ പിറകിലാരെന്ന് അപ്പനറിയോ? അതന്വേഷിക്കുന്നുണ്ടല്ലോ. അർജുനെ പോലെ ഒരുത്തനാണ് ഇതിന്റെയൊക്കെ പിറകിലെങ്കിൽ അപ്പനെന്ത് ചെയ്യാൻ പറ്റും? എടാ സൈമ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടാൻ പോകരുത്. എടാ, അർജുനെ അപ്പം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ പുറകെ പോയി ഒരുത്തനെ പച്ചയ്ക്ക് കത്തിച്ചത്. അർജുനെ പോലെ ഒരുത്തനെ പൊക്കി അകത്തിടണമെങ്കിൽ